ചരിത്രം ചിലപ്പോൾ ഒരു വായനശാലയല്ല, മറിച്ചൊരു യുദ്ധക്കളമാണ്. അവിടെ സത്യത്തേക്കാൾ മൂർച്ചയുള്ളത് ചതിക്കാണ്. AD 859 ഇറ്റലിയുടെ മണ്ണിൽ ലൂണ എന്ന നഗരത്തിൽ നടന്ന ആ സംഭവം കേവലം ഒരു അധിനിവേശമായിരുന്നില്ല. അത് മനുഷ്യൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സൈക്കോളജിക്കൽ വാർഫെയർ ആയിരുന്നു. ഈ കഥയിലെ പ്രധാന വില്ലൻ വൈക്കിംഗ് പോരാളിയായ ഹാസ്റ്റെയിൻ ആണ്. ഒപ്പം ലോകപ്രശസ്തനായ ബിയോൺ അയൻസൈഡും. അവർക്ക് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ലോകത്തിന്റെ തലസ്ഥാനമായ റോം കീഴടക്കുക. കടലിലൂടെ സഞ്ചരിച്ച അവർ ഇറ്റലിയുടെ തീരത്തെത്തി. ദൂരെ ഒരു മനോഹരമായ വെളുത്ത നഗരം അവർ കണ്ടു. അത് റോമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. പക്ഷേ അത് റോമായിരുന്നില്ല, അത് ലൂണ എന്ന അതിസമ്പന്നമായ നഗരമായിരുന്നു. പക്ഷേ ലൂണയുടെ കൂറ്റൻ മതിലുകൾ തകർക്കാൻ വൈക്കിങ്ങുകളുടെ കോടാലികൾക്ക് കഴിഞ്ഞില്ല. മാസങ്ങളോളം നീണ്ട ഉപരോധം പരാജയപ്പെട്ടു. അവിടെയാണ് ഹാസ്റ്റെയിൻ തന്റെ ചരിത്രപ്രസിദ്ധമായ ട്രോജൻ ഹോഴ്സ് തന്ത്രത്തിന്റെ വൈക്കിംഗ് പതിപ്പ് പുറത്തെടുത്തത്. നേരിട്ടുള്ള യുദ്ധം തോൽക്കുമെന്ന് കണ്ട ഹാസ്റ്റെയിൻ ഒരു നയതന്ത്ര ദൂതനെ നഗരത്തിലേക്ക് അയച്ചു. വൈക്കിങ്ങുകൾ ആയുധം വെച്ചു കീഴടങ്ങാൻ തയ്യാറാണെന്നല്ല അവൻ പറഞ്ഞത്, മറിച്ച് അവരുടെ നേതാവായ ഹാസ്റ്റെയിൻ മരണശയ്യയിലാണെന്നായിരുന്നു വാർത്ത. അവനൊരു കടുത്ത ക്രിസ്ത്യൻ വിശ്വാസിയാകാൻ ആഗ്രഹിക്കുന്നുവെന്നും മരണത്തിന് മുൻപ് സ്നാനമേൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അവൻ ലൂണയിലെ ബിഷപ്പിനെ അറിയിച്ചു. ഒരു കടുത്ത വിജാതീയൻ ക്രിസ്തുമതത്തിലേക്ക് മാറുന്നത് ഒരു വലിയ വിജയമായി ലൂണയിലെ പുരോഹിതർ കണ്ടു. മതപരമായ ഈ വികാരം ഹാസ്റ്റെയിൻ കൃത്യമായി മുതലെടുത്തു. അവരവനെ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു, സ്നാനം കഴിപ്പിച്ചു. വഞ്ചനയുടെ ആദ്യഘട്ടം അവിടെ പൂർത്തിയായി. അടുത്ത ദിവസം നഗരം കേട്ടത് ഹാസ്റ്റെയിന്റെ മരണവാർത്തയാണ്. അവന്റെ അവസാന ആഗ്രഹം ലൂണയിലെ വിശുദ്ധ മണ്ണിൽ അടക്കം ചെയ്യപ്പെടുക എന്നതായിരുന്നു. സമാധാനത്തിന്റെ അടയാളമായി വൈക്കിങ്ങുകൾ തങ്ങളുടെ ആയുധങ്ങൾ കപ്പലുകളിൽ ഉപേക്ഷിക്കുമെന്നും വെറും കൈയോടെ വിലാപയാത്രയായി വരുമെന്നും അവർ ബിഷപ്പിന് ഉറപ്പു നൽകി. ലൂണയിലെ ജനങ്ങൾ വിചാരിച്ചത് തങ്ങൾ ഒരു ആത്മാവിനെ രക്ഷിച്ചു എന്നാണ്. അവർ കരുണയോടെ നഗരവാതിലുകൾ പൂർണ്ണമായും തുറന്നുകൊടുത്തു. ഹാസ്റ്റെയിന്റെ ശവപ്പെട്ടിയും വഹിച്ചുകൊണ്ട് വിലാപ വസ്ത്രമണിഞ്ഞ 100ഓളം വൈക്കിമുകൾ പള്ളിയിലേക്ക് നീങ്ങി. ലൂണയിലെ പ്രഭുക്കന്മാരും സ്ത്രീകളും കുട്ടികളും ആ വിലാപയാത്ര കാണാൻ തെരുവുകളിൽ നിരന്നു. ആർക്കും അറിയില്ലായിരുന്നു ആ ശവപ്പെട്ടിക്കുള്ളിൽ ഹാസ്റ്റെയിൻ ജീവനോടെ ഉണ്ടായിരുന്നുവെന്നും വിലാപ വസ്ത്രത്തിനുള്ളിൽ വൈക്കിമുകൾ തങ്ങളുടെ ചെറിയ വാളുകൾ ഒളിപ്പിച്ചിരുന്നുവെന്നും. പള്ളിയിലെ പ്രാർത്ഥനകൾക്കിടയിൽ പെട്ടെന്ന് ശവപ്പെട്ടി തകർന്നു. ഹാസ്റ്റെയിൻ പുറത്തേക്ക് ചാടി. ആ നിമിഷം തന്നെ ബിഷപ്പിന്റെ തല അവൻ അറുത്തുമാറ്റി. വിലാപയാത്രയിൽ വന്ന വൈക്കിമുകൾ തങ്ങളുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ നിന്ന് ആയുധങ്ങൾ പുറത്തെടുത്തു. നിസ്സഹായരായ ലൂണയിലെ ഭരണാധികാരികൾ അവിടെ തന്നെ കൊല്ലപ്പെട്ടു. കോട്ടവാതിലുകൾ കാവൽ നിന്നിരുന്ന സൈനികരെ അവർ വധിക്കുകയും പുറത്തു കാത്തുനിന്ന ബാക്കി വൈക്കിം സൈന്യത്തിന് വഴി തുറന്നു കൊടുക്കുകയും ചെയ്തു. മിനിറ്റുകൾക്കുള്ളിൽ ആ നഗരം കത്തിയമർന്നു. ലൂണയുടെ സമ്പത്ത് മുഴുവൻ അവർ കൊള്ളയടിച്ചു. ലൂണയെ റോമാണെന്ന് കരുതി കീഴടക്കിയ ഹാസ്റ്റെയിൻ പിന്നീട് സത്യം മനസ്സിലാക്കിയപ്പോൾ ലജ്ജ കൊണ്ടും ദേഷ്യം കൊണ്ടും ആ നഗരത്തിലെ സകല പുരുഷന്മാരെയും വധിക്കാൻ ഉത്തരവിട്ടു. ഹാസ്റ്റെയിന്റെ ഈ വഞ്ചന ചരിത്രത്തിൽ ലൂണയിലെ ചതി, ദ ട്രെച്ചറി ഓഫ് ലൂണ എന്നറിയപ്പെടുന്നു. രാഷ്ട്രീയമായ ബുദ്ധിശക്തിയും മതപരമായ വികാരങ്ങളെ ചൂഷണം ചെയ്യുന്ന തന്ത്രവും ഒത്തുചേർന്നപ്പോൾ ഒരു വലിയ നഗരം ഭൂപടത്തിൽ നിന്ന് തന്നെ മായ്ക്കപ്പെട്ടു.